കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് കൊച്ചി ബോൾഗാട്ടി ഗ്രൗണ്ടിൽ നടന്ന അലൻ വാക്കർ ഷോയിൽ പങ്കെടുത്ത ചിലർ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി അടുത്ത ദിവസം പോലീസിനെ സമീപിച്ചു. സംഗീത നിശയ്ക്കിടെ ആടിത്തിമിർത്തപ്പോൾ മൊബൈൽ ഫോണുകൾ പോക്കറ്റിൽ നിന്ന് വീണു പോയതാകാമെന്നായിരുന്നു ആദ്യം പോലീസ് കരുതിയത്. ആദ്യം നമുക്ക് 3-4 പരാതി വന്നായിരുന്നു. ഇതുപോലത്തെ ഇവൻറ്റ്സ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽസ് കയ്യിൽ നിന്ന് തുള്ളുമ്പോഴും അതുപോലെ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ധരിച്ചത്. ഇവൻ്റ് കഴിഞ്ഞ ഉടനെ 2-3 പേര് വന്നു. പിന്നെ തുടർച്ചയായിട്ട് ആളുകൾ പരാതിയായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മളത് ഇതിലെന്തോ ഒരു ക്രൈം നടന്നതായിട്ട് നമുക്ക് മനസ്സിലായത്. പരാതികൾ കൂടിയതോടെ മോഷണം സംഘടിതമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. കേരളത്തിലെ ആദ്യത്തെ സംഭവമായതിനാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. നേരത്തെ ഇതേ മോഡസ് ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അതിലൊരു പ്രതിയുടെ ഫോൺ നമ്പർ നമ്മളുടെ ഈ സംഭവ സ്ഥലത്ത് ലൊക്കേഷൻ കാണിക്കുകയും അതിനെ തുടർന്ന് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസിലേക്കൊരു തുമ്പുണ്ടായത്. ഭൂരിപക്ഷം ഫോണുകളും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവ ഉടമസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. മൊബൈൽ ടീമിൽ നിന്നും നമുക്ക് 4 ഫോണാണ് റിക്കവർ ചെയ്യാൻ പറ്റിയത്. ബാക്കി ഉദ്ദേശം ഒരു 23ഓളം ഫോണുകൾ ഡൽഹി ടീമിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന അലൻ വാക്കർ ഷോയ്ക്കിടെ നഷ്ടപ്പെട്ട ബ്രസീലിയൻ പൗരന്റെ ഫോണും പ്രതികളിൽ നിന്ന് കേരള പോലീസ് പിടിച്ചെടുത്തു. ഫോൺ നഷ്ടപ്പെട്ടതായി ബ്രസീലിയൻ പൗരൻ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഡൽഹിയിലും ഇതേപോലെ സമാനമായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോയിൽ ഇതേപോലെ തന്നെ മൊബൈൽ നഷ്ടപ്പെട്ടത് അവരവിടെ പരാതിയായിട്ട് കൊടുത്തിരുന്നു. ഒരു അന്വേഷണത്തിൽ ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കിട്ടുകയും ടിയാനെ കോൺടാക്റ്റ് ചെയ്യുകയും അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോൺ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് നമ്മളിവിടെ അതിന് FIR രജിസ്റ്റർ ചെയ്തത് അത് ഫോണും FIR ഉൾപ്പെടെ നമ്മൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കോടതിയിലേക്ക് അയച്ചു കൊടുത്തു. മോഷ്ടിക്കപ്പെട്ടാലും ട്രാക്ക് ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ ഫോണുകൾ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. പോലീസിനും അത് സൗകര്യമാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.